സംസ്കൃത സർവകലാശാലയിലും അധ്യാപകനായ ഡോക്ടർ എസ് കെ വസന്ത് ഇപ്പോൾ മലയാള പഠന ഗവേഷണ കേന്ദ്രത്തിൽ അധ്യാപനം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. കേരള സാംസ്കാരിക ചരിത്ര നിഘണ്ടു എന്ന ഗ്രന്ഥത്തിന് വൈജ്ഞാനിക സാഹിത്യത്തിനുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരവും സമഗ്ര സംഭാവനയ്ക്കുള്ള അക്കാദമി പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. നോവലിസ്റ്റും ഉപന്യാസകാരനും ചരിത്ര ഗവേഷകനും എഴുത്തച്ഛൻ പുരസ്കാര ജേതാവുമായ ഡോക്ടർ എസ് കെ വസന്ത് നവതിയിലേക്ക് അടുക്കുമ്പോഴും കർമ്മനിരതനായി ഇപ്പോഴും തൃശ്ശൂരിൻ്റെ സാംസ്കാരിക മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ്. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നതോടൊപ്പം അധ്യക്ഷ പ്രസംഗത്തിനായി ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ശ്രീ കെ വി രാമകൃഷ്ണനുമായിട്ട് 6 പതിറ്റാണ്ടിലധികം ഉള്ള പരിചയമാണ് എനിക്കുള്ളത്. അദ്ദേഹത്തിൻ്റെ ലഘുജീവചരിത്രം പറയുമ്പോഴൊക്കെ വിട്ടുകളയുന്ന ഒരു കാര്യം ഉണ്ട്. ഞങ്ങൾ സഹപ്രവർത്തകരായിട്ട് 31 ദിവസം ഉണ്ടായിരുന്നു. അദ്ദേഹം കാലടി ശ്രീശങ്കര കോളേജിൽ 1 മാസക്കാലം ഇംഗ്ലീഷ് അധ്യാപകനായിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹം ഗുരുവായൂർ കോളേജിലേക്ക് ഇംഗ്ലീഷ് പ്രൊഫസറായിട്ട് പോയത്. അങ്ങനെ ശങ്കരാചാര്യരുമായിട്ട് ബന്ധപ്പെട്ട ഒരു മാസത്തെ ജോലിയെപ്പറ്റി കൂടി സൂചിപ്പിക്കണം. ഇവിടെ അധ്യക്ഷ പ്രസംഗത്തിനൊന്നും യാതൊരു പ്രസക്തിയില്ല എന്നെനിക്കറിയാം. കവി എന്ന നിലയിൽ പ്രശസ്തനായ രാമകൃഷ്ണൻ കവിത എഴുതുന്നവരോട് ചില കാര്യങ്ങൾ പറയുന്ന ഒരു ചെറിയ പുസ്തകം 2-3 കൊല്ലം മുമ്പ് പ്രസിദ്ധപ്പെടുത്തുകയുണ്ടായി. അതിൽ അദ്ദേഹം എടുത്തു പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏതു സന്ദർഭത്തിലും ഔചിത്യം പാലിക്കണം എന്നുള്ളതാണ്. ഈ സന്ദർഭത്തിൽ പ്രസംഗിക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഔചിത്യപൂർണമായ കർത്തവ്യം എന്നെനിക്ക് തോന്നുന്നു. പറയാൻ തുടങ്ങുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. കക്കാടും അക്കിത്തവും എൻ കെ ദേശവും സുഗതകുമാരിയും വിഷ്ണുനാരായണൻ നമ്പൂതിരിയും ഒക്കെ പങ്കെടുത്തിരുന്ന ഒരുപാട് കവിതാ ക്യാമ്പുകളെപ്പറ്റി, കവി സമ്മേളനങ്ങളെപ്പറ്റി ഒക്കെ തിളങ്ങുന്ന ഒരുപാട് ഓർമ്മകൾ പങ്കുവയ്ക്കാനുണ്ട്. പക്ഷെ അതിനൊന്നും അവസരം ഇതാണ് എന്നെനിക്ക് തോന്നുന്നില്ല. വളരെ സ്വാർത്ഥപൂർണമായ ഒരു ആശയം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അതിതാണ് കെ വി രാമകൃഷ്ണൻ്റെ 100ാം പിറന്നാൾ ആഘോഷിക്കുമ്പോഴും സംസാരിക്കാൻ എനിക്ക് അവസരം ഉണ്ടാവണേ എന്ന് ഒരു സ്വാർത്ഥചിന്ത മാത്രമേ ഞാനിപ്പോൾ പറയുന്നുള്ളൂ. അദ്ദേഹത്തിൻ്റെ ശിഷ്ടജീവിതം കർമ്മനിരതവും സമാധാനപൂർണവുമായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഔപചാരികമായി എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി.